ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രപ്പോസിഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് കേട്ടോ. ചെറിയ ചെറിയ ടിപ്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും മുഴുവനും കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ പറയില്ല ഇപ്പൊ പ്രപ്പോസിഷനിൽ ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകണം എന്ന് പറയും അല്ലെ. അപ്പൊ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് കേട്ടോ, ഫസ്റ്റ് ടിപ്പ് ശ്രദ്ധിക്കുക. എഗ്രി വിത്ത് എ പേഴ്സൺ, അതേസമയം എഗ്രി ടു സംതിങ്. ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? എഗ്രി വിത്ത് എന്ന് പറയണം കേട്ടോ. എഗ്രി വിത്ത് പേഴ്സൺ. അതേസമയം എഗ്രി ടു സംതിങ് ആണ്. പേഴ്സൺ അല്ല, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ എഗ്രി ടു എന്ന് വേണം പറയാൻ. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കിയേ, ഐ ഡോണ്ട് എഗ്രി ഡാഷ് യു. വ്യക്തിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഐ ഡോണ്ട് എഗ്രി ഡാഷ് യു ഒരു വ്യക്തിയാണ്. അപ്പൊ വ്യക്തി എന്ന് പറയുമ്പോൾ പേഴ്സൺ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഐ ഡോണ്ട് എഗ്രി വിത്ത് യു അല്ലെ. ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. എന്നിട്ട് ബാക്കി നോക്കിയേ, ബട്ട് ഐ എഗ്രി ഡാഷ് യുവർ ഫ്രണ്ട്സ് ഒപ്പീനിയൻ. നിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പീനിയനുമായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫ്രണ്ടിന്റെ അടുത്തല്ല എഗ്രി ചെയ്യുന്നത്, ഫ്രണ്ടിന്റെ ഒപ്പീനിയനോട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറയണം? വിത്താണോ പറയണ്ടേ? അല്ല അല്ലെ. ടു വേണം യൂസ് ചെയ്യാൻ. മനസ്സിലായോ? ഐ എഗ്രി വിത്ത് യുവർ ഫ്രണ്ട് എന്ന് പറയാം. പക്ഷെ ഐ എഗ്രി ടു യുവർ ഫ്രണ്ട്സ് ഒപ്പീനിയൻ, ഫ്രണ്ടിന്റെ ഒപ്പീനിയൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എഗ്രി ടു വേണം പറയാൻ. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എഗ്രി വിത്ത് എ പേഴ്സൺ എന്നും പറയും, എഗ്രി ടു സംതിങ് എന്നും പറയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. കൂടെ തന്നെ പഠിച്ചു, അതിന്റെ നോട്ട്സ് ഒക്കെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എൻറ്റർ അല്ലെങ്കിൽ എൻറ്റേർഡ് ഇൻ ടു ദി ക്ലാസ് റൂം എന്ന് നമ്മൾ പറയില്ല. അതേസമയം എൻറ്റേർഡ് ദി ക്ലാസ് റൂം എന്ന് പറയും. അതായത് എൻറ്ററിന്റെ കൂടെ ഇൻറ്റു ചേർക്കേണ്ട കാര്യമില്ല എന്ന്. കാരണം എൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഇസ് ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. പിന്നെ നമ്മൾ ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വാക്ക് അവിടെ ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ അതേസമയം നമുക്ക് എൻറ്റേർഡ് ഇൻറ്റു പറയാം. അതെപ്പോഴാണെന്നറിയാവോ? ഇപ്പൊ ഞാനൊരു എഗ്രിമെന്റിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ എൻറ്റേർഡ് ഇൻറ്റു ആൻ അലയൻസ്, എൻറ്റേർഡ് ഇൻറ്റു ആൻ എഗ്രിമെന്റ്, എൻറ്റേർഡ് ഇൻറ്റു എ ഡിസ്കഷൻ എന്നൊക്കെ പറയാം. അവിടെ മോഷൻ ഒന്നും വരുന്നില്ല അല്ലെ, അവിടെ ഒരു മൂവ്മെന്റിനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻറ്റു യൂസ് ചെയ്യാം. എൻറ്റേർഡ് ഇൻറ്റു ആൻ എഗ്രിമെന്റ്, എൻറ്റേർഡ് ഇൻറ്റു എ ഡിസ്കഷൻ, എൻറ്റേർഡ് ഇൻറ്റു ആൻ അലയൻസ്. അതേസമയം എൻറ്റേർഡ് ഇൻറ്റു ദി ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ അതേസമയം എൻറ്റേർഡ് ഇൻറ്റു ദി ക്ലാസ് റൂം എന്ന് പറയില്ല കേട്ടോ. എൻറ്റേർഡ് ദി ക്ലാസ് റൂം എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ, പഠിച്ചുല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എൻറ്റേർഡ് ഇൻറ്റു എന്നുള്ളത് നമ്മൾ ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ പറയില്ല. ഇനി അതിന്റെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട് കേട്ടോ. ഈ എക്സെപ്ഷൻ കേസും കൂടെ എല്ലാവരും പഠിച്ചു പോണേ. എന്താ എക്സെപ്ഷൻ പറയുന്നേ? ഹിസ് എൻട്രി ഇൻ ടു ദി ഹാൾ വാസ് ബാൻഡ്. ഓക്കെ, അവന്റെ എൻട്രി ആണ്, അവന്റെ പ്രവേശനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ക്രിയ അല്ല അല്ലെ. ഹിസ് എൻട്രി എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ഫോമിലാണ് പറഞ്ഞിട്ടുള്ളത്, അവന്റെ പ്രവേശനം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇൻറ്റു യൂസ് ചെയ്യാം. അല്ലാണ്ട് എൻറ്റേർഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. എൻറ്റേർഡ് ഇൻറ്റു ദി ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ് കേട്ടോ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ട് ടിപ്പ് നമ്മൾ പഠിച്ചു കേട്ടോ. ഒന്ന് എഗ്രി വിത്ത് എ പേഴ്സണും എഗ്രി ടു സംതിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ടിപ്പ് നമ്പർ 3 ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഓണും ഓൺ ടൂം തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഹി വാസ് സിറ്റിംഗ് ഡാഷ് ദി ഹോഴ്സ്. എന്തായിരിക്കും ആൻസർ വരിക? ഹി വാസ് സിറ്റിംഗ് ഡാഷ് ദി ഹോഴ്സ്. ഹോഴ്സിന്റെ മുകളിൽ അവൻ ഇരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ എന്താ പറയണ്ടേ? ഓൺ എന്ന് വേണം പറയാൻ. ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ദർ ഇസ് എ ബോൾ ഓൺ ദ ടേബിൾ അല്ലെ. ദർ ഇസ് എ ബോൾ ഓൺ ദി ടേബിൾ. അപ്പൊ ടേബിളുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഹി വാസ് സിറ്റിംഗ് ഓൺ ദി ഹോഴ്സ്. ഹോഴ്സിന്റെ മുകളിൽ അവൻ ഇരിക്കുകയാണ്, അപ്പൊ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഓൺ ടു എപ്പോഴാണ് യൂസ് ചെയ്യാന്നുള്ളത് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി മൗണ്ടഡ് ഡാഷ് ദി ഹോഴ്സ്. അവൻ ഹോഴ്സിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. അപ്പൊ എങ്ങനെയാ? അവൻ ആദ്യം താഴേന്ന് എണീറ്റ് ഹോഴ്സിന്റെ മുകളിലേക്ക് കയറി അല്ലെ. അപ്പൊ ഒരു മോഷൻ വരുന്നില്ലേ, ഒരു മൂവ്മെന്റ് വരുന്നില്ലേ? അങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോഴാണ് നമ്മൾ ഓൺ ടു പറയാ. മനസ്സിലായോ? ഹി മൗണ്ടഡ് ഓൺ ടു ദ ഹോഴ്സ്. ഹോഴ്സിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. അപ്പൊ അവിടെ ഒരു മൂവ്മെന്റ് വരുന്നത് കൊണ്ട് എന്ത് പറയണം? ഓൺ എന്നല്ല പറയാ, ഓൺ ടു എന്ന് വേണം പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹി ക്ലൈംഡ് ഡാഷ് ദി വെഹിക്കിൾ. കണ്ടോ, അവിടെയും ഈ പറഞ്ഞ പോലെ അവൻ ക്ലൈംബ് ചെയ്ത് വെഹിക്കിളിന്റെ മുകളിലേക്ക് കയറി അല്ലെ. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓൺ ആണോ? അല്ല, ഓൺ ടു വേണം പറയാൻ.
അപ്പൊ ഒരു മൂവ്മെന്റ് വരുന്ന കേസാണെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മൂവ്മെന്റ് വരികയാണ് അല്ലെ, അങ്ങനെ കേസ് വരുമ്പോ നമ്മൾ എന്താ പറയണ്ടേ, ഓൺ ടു എന്ന് വേണം പറയാൻ. ഇനി നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയേ, ഹി വാസ് സിറ്റിംഗ്, അവൻ ഇരുന്നോണ്ടിരിക്കുകയാണ് അല്ലെ, അപ്പൊ അവിടെ ഒരു മൂവ്മെന്റ് ഒന്നുമില്ല, ഹി വാസ് സിറ്റിംഗ് ഓൺ ദി ഹോഴ്സ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഓണും ഓണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നാലാമത്തെ ടിപ്പ് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഡൈ വെച്ചിട്ടുള്ള പ്രപ്പോസിഷൻ ആണ്. ഡൈ ഓഫ് നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് അസുഖത്തിൽ മരിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അസുഖം ബാധിച്ച് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഡൈ ഓഫ്. ഇനി ഡൈഡ് ഫ്രം നമ്മൾ പറയും. ഡൈഡ് ഫ്രം എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസുകളൊക്കെ ആയിരുന്നു. അതായത് ഇപ്പൊ വൂണ്ട്, ഓവർ ഈറ്റിംഗ്, ഫുഡ് പോയ്സണിങ്, ഡ്രോണിങ്, അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ഡൈഡ് ഫ്രം പറയാം. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ ഡൈഡ് ഫ്രം. ഇനി ഡൈഡ് ഇൻ എപ്പോഴാ പറയാ, മെയിൻ ആയിട്ട് നമ്മുടെ ആക്സിഡന്റ് ഒക്കെ പറയുമ്പോൾ, ആക്സിഡന്റ് അല്ലെങ്കിൽ ബാറ്റിൽ, ബിലീഫ്, ഓക്കെ, ആക്സിഡന്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡൈഡ് ഇൻ ആണ് പറയാ. പിന്നെ ഡൈഡ് ഫോർ അവർ കൺട്രി അല്ലെ, കൺട്രിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഡൈഡ് ഫോർ. ഓക്കെ. ഇനി ഡൈഡ് ബൈ എങ്ങനെയാ, പോയിസൺ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ എന്ത് പറയും, ഡൈഡ് ബൈ പറയും കേട്ടോ. പിന്നെ ഡൈഡ് വൈൽ എന്ന് പറയുന്നത് ഡൂയിങ് സംതിങ്. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഓർക്കാനായിട്ടുള്ള കോഡ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഡൈഡ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അസുഖം അല്ലെ, അപ്പൊ അസുഖമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓഫ് ആയിരിക്കും എന്ന് ഓർക്കാം. ഓക്കെ, ഓഫ് ആയിരിക്കും, നമ്മൾ കുറച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും, ഓഫ് ആയിരിക്കും. ഇനി ഡൈഡ് ഫ്രം എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ. ഇനി ഡൈഡ് ഇൻ ആണെങ്കിലോ, ഡൈഡ് ഇൻ ആക്സിഡന്റ് അല്ലെ, മെയിൻ ആയിട്ട് ആക്സിഡന്റ് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ വേഗം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അകത്തേക്ക് കൊണ്ടുപോകും അല്ലെ, ഇന്നിലേക്ക് കൊണ്ടുപോകുന്ന ഓർക്കാം. അപ്പൊ ആക്സിഡന്റ് വരുമ്പോൾ ഇന്നാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഡൈഡ് ഇൻ ആക്സിഡന്റ്. ഡൈഡ് ഫോർ അവർ കൺട്രി അതറിയാവുന്നതാണല്ലോ അല്ലെ, അപ്പൊ ഡൈഡ് ഫോർ കൺട്രി. ഡൈഡ് ബൈ, ബൈ എന്ന് പറയുന്ന മെയിൻ ആയിട്ട് നമ്മൾ സൂയിസൈഡ് പറയും. ഓക്കെ, അങ്ങനെ മരിക്കുന്നത് കേട്ടോ. ഇപ്പൊ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് മരിച്ചു എന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ ഡൈഡ് ബൈ സൂയിസൈഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഡൈഡ് വൈൽ ഡൂയിങ് സംതിങ്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ഇത് പഠിക്കുക. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹി ഡൈഡ് ഡാഷ് കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ടു ന്യൂമോണിയ. അപ്പൊ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരണമാണ് അല്ലെ. അപ്പൊ അസുഖമാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഓഫ് പറയും, ശരിയല്ലേ. അപ്പൊ ഹി ഡൈഡ് ഓഫ് കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ടു ന്യൂമോണിയ. കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹി ഡൈഡ് ഡാഷ് കാർ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റ് ആണ് അല്ലെ, ആക്സിഡന്റ് വരുമ്പോൾ നമ്മളെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറ്റും, ഇന്ന്. ഓക്കെ, അപ്പൊ ഹി ഡൈഡ് ഇൻ കാർ ആക്സിഡന്റ്. ഇനി ഹി ഡൈഡ് ഡാഷ് ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഞ്ചുറീസ്, വൂണ്ട്, ഓവർ ഈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫ്രം പറയണം, ശരിയല്ലേ. അപ്പൊ ഹി ഡൈഡ് ഫ്രം ഇഞ്ചുറീസ് ആണ് കേട്ടോ. ഹി ഡൈഡ് ഫ്രം ഇഞ്ചുറീസ്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഡീൽ വിത്ത് എ പേഴ്സണും ഡീൽ ഇൻ സംതിങ് ആണ്. ഓക്കെ, ഡീൽ വിത്ത് എ പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞു, എഗ്രി വിത്ത് എ പേഴ്സൺ പറഞ്ഞു അല്ലെ, അതേപോലെ തന്നെ ഡീൽ വിത്ത് എ പേഴ്സൺ ആണ് കേട്ടോ. ഒരു പേഴ്സൺ വെച്ച് പറയുമ്പോൾ നമ്മൾ ഡീൽ വിത്ത് ആണ് പറയാ. അതേസമയം എന്തെങ്കിലും ഒരു കാര്യം വെച്ച് പറയുമ്പോൾ ഡീൽ ഇൻ ആണ് പറയാ കേട്ടോ, ഡീൽ ഇൻ സംതിങ്. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മാനേജർ വിൽ ഡീൽ ഡാഷ് കസ്റ്റമേഴ്സ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ മാനേജർ വിൽ ഡീൽ കസ്റ്റമേഴ്സ് ആണ് അല്ലെ, അപ്പൊ ഡീൽ വിത്ത് കസ്റ്റമേഴ്സ് എന്ന് പറയും, ശരിയല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ദിസ് ഷോപ്പ് ഡീൽസ് ഡാഷ് വൂളൻ ക്ലോത്ത്സ്. അപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം, ഡീൽ ഇൻ എന്ന് പറയണം അല്ലെ. അപ്പൊ ദിസ് ഷോപ്പ് ഡീൽസ് ഇൻ വൂളൻ ക്ലോത്ത്സ്. പഠിച്ചുല്ലോ അല്ലെ. അപ്പൊ ഡീൽ വിത്ത് എ പേഴ്സൺ, ഡീൽ ഇൻ സംതിങ്. അപ്പൊ നമ്മുടെ 5 ടിപ്പ് കഴിഞ്ഞു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇനി നിങ്ങളായിട്ട് അവിടെ പോയിട്ട് മാർക്ക് കളയരുത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നെക്ലസ് വാസ് മെയ്ഡ് ഡാഷ് ഗോൾഡ്. എന്തായിരിക്കും ആൻസർ വരിക? ദ നെക്ലസ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ആണ്. അതായത് നെക്ലസിനകത്ത് ഗോൾഡ് തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരുന്നില്ല. മനസ്സിലായോ? നെക്ലസിനകത്ത് ഗോൾഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസാണെങ്കിൽ അടിസ്ഥാന രൂപത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓഫ് യൂസ് ചെയ്യണം. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ദ ജ്യൂസ് ഇസ് മെയ്ഡ് ഡാഷ് മാംഗോ. അപ്പൊ മാംഗോയിൽ നിന്നാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ദ ജ്യൂസ് ഇസ് മെയ്ഡ് ഫ്രം മാംഗോ ആണ്. അപ്പൊ നമുക്ക് ഈ ജ്യൂസിനെ തിരിച്ച് മാംഗോ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫ്രം വേണം പറയാൻ. ഓക്കെ. ഓക്കെ, അടുത്ത ടിപ്പ് നോക്കാം. ലീവ് ഇന്നും ലീവ് ഓണും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീവ് ഇൻ എന്ന് പറയുന്നത് താമസ സ്ഥലം എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ലീവ് ഇന്ന് പറയാ. ഓക്കെ, ഡ്വെല്ലിംഗ് പ്ലേസ് കേട്ടോ, താമസ സ്ഥലം. ലീവ് ഓൺ നമ്മൾ എപ്പോഴാ പറയാ?
ഫുഡിന്റെ കേസ് പറയുമ്പോൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴാണ് ലീവ് ഓൺ പറയാ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ബേർഡ്സ് ലീവ് ഡാഷ് ഇൻസെക്ട്സ്. എന്തായിരിക്കും ആൻസർ വരിക? ബേർഡ്സ് ഇൻസെക്ട്സിനെയാണ് ഫുഡായിട്ട് കഴിക്കുന്നത് അല്ലെ? അപ്പൊ എന്ത് പറയണം? ലീവ് ഓൺ ഇൻസെക്ട്സ് എന്ന് പറയണം. മനസ്സിലായോ? ബേർഡ്സ് ലീവ് ഓൺ ഇൻസെക്ട്സ്. അതേസമയം മങ്കീസ് ലീവ് ഡാഷ് ട്രീസ്. എന്തായിരിക്കും ആൻസർ വരിക? മങ്കീസ് ലീവ് ഇൻ ട്രീസ് ആണ്. ഓക്കെ, അപ്പൊ ട്രീസിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്, അവരുടെ താമസ സ്ഥലം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്, ഓൺ ട്രീസ് അല്ല കേട്ടോ. അപ്പൊ ട്രീസിലാണ് ജീവിക്കുന്നത്, അവരുടെ ഡ്വെല്ലിംഗ് പ്ലേസ്, താമസ സ്ഥലം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ലിവ് ഇന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്രയും ടിപ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കൂടുതൽ ഞാൻ ചിലപ്പോൾ ഒറ്റ ക്ലാസ് ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് വാല്യുബിൾ ആണ്. അതനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ടിപ്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം.